ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. നമുക്ക് അതിനകത്ത് 1-2 വർക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാൻ വേണ്ടി കയറ്റിയാണ്. ഒന്ന് നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റണം, അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യുക, ബാക്കിലത്തെ ബ്രേക്ക് ചെക്ക് ചെയ്യുക, ഫ്രണ്ട് മൺഗാർഡ് ഒരു ഇളക്കം കാണിക്കട്ടെ, അതൊന്ന് നോക്കാം. വാട്ടർ സർവീസ് ചെയ്യുക, അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ. ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ബ്രേക്ക് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ബ്രേക്ക് ക്യാമ് ഗ്രീസ് ചെയ്യാനും നമ്മൾ അയച്ചിട്ടുണ്ട്. കാരണം വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസം ഉണ്ടായിരുന്നു, ഒരയണ സൗണ്ടും ഉണ്ടായിരുന്നു. ഈ ലൈലാൻഡ് ബ്രേക്ക് ചെയ്യണ പോലുള്ള സൗണ്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകുന്ന ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനർ കിടക്കണേ. ബ്രേക്ക് ക്യാമും കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ ഫിൽറ്റർ ക്ലീനിങ് പറഞ്ഞതുകൊണ്ട് നമ്മൾ അഴിച്ച് ഫിൽറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണമുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ഈ ഓയിൽ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സൈഡ് മറ്റേ സൈലൻസറിൻ്റെ ഭാഗം തുടങ്ങി അഴിച്ചാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഭാഗത്ത് കണ്ടിട്ടാണ് അതിൻ്റെ ഫിൽറ്റർ വരാം കേട്ടോ. അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും നമ്മൾ അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് മൺഗാർഡ് ചെക്കപ്പ് പറഞ്ഞേക്കണത്, ഫ്രണ്ട് മൺഗാർഡ് ശരിക്കും ഇങ്ങനെ ഷെയ്ക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്, അതാണ് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ മൊത്തം ഇത് ഇവിടെ വന്ന ലെഗ് മൊത്തം പൊട്ടിപ്പോയേക്കാം. മറ്റേ പഴയ മോഡൽ ഡിയോനെ അപേക്ഷിച്ച് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടാവും, ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും എന്തെങ്കിലും. പക്ഷേ ഇത് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഗട്ടറിൽ വണ്ടി ഓടുന്ന സമയത്ത് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും പ്രകാരം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇവിടെയാണ് അതിൻ്റെ സ്ട്രെങ്ത് ചെയ്യണ ഭാഗം വന്നത്, ഒരു ഫിൻസ് പോലെയാണ് വരാം. ആ ഭാഗം മൊത്തം പൊട്ടിപ്പോയേക്കാം. ഞാൻ തൽക്കാലം 2 സ്ക്രൂ ഇട്ട് കൊടുത്ത് നിർത്തി, പക്ഷേ കാര്യമില്ല, നിൽക്കില്ല, അത് പൊട്ടിപ്പോവും. കാരണം അപ്പോൾ മൺഗാർഡ് ഓൾറെഡി ഈ അവസ്ഥയിലാണെങ്കിലും താമസിയാണ്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബോൾ ഭാഗം ഇവിടുന്ന് പൊട്ടിയിട്ട് മൺഗാർഡ് ഡാമേജ് ആവും. അതാണ് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, പുറമേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അതല്ലെങ്കിൽ പിന്നെ നമുക്കത് അഴിച്ച് ഫൈബർ പാച്ച് ചെയ്യണ എവിടെയെങ്കിലും ഭാഗമുണ്ട്. ഇപ്പം ഇവിടെ അടുത്തുള്ളത് ശിശിരയിലൊക്കെ ഉള്ള അവിടെ കൊടുത്തൊക്കെ റെഡിയാക്കി എടുക്കേണ്ടി വരും. അതിനും നല്ല ചിലവുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ മൺഗാർഡ് മാറ്റി പുതിയത് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൺഗാർഡ് ഇപ്പോൾ അത്രയ്ക്ക് പ്രോബ്ലം എന്ന് പറയാനില്ല. അപ്പോൾ നോക്കിയിട്ട് മൺഗാർഡ് കുറേ കൂടി ഉപയോഗിക്കുക, അതിന് ശേഷം പൊട്ടി ഡാമേജ് ആയി കഴിയുമ്പോൾ മാറ്റി പുതിയത് വയ്ക്കുക എന്നുള്ളതാണ് അതുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ 2 ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത്, അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് ഇതെല്ലാം ഉൾപ്പെടുത്തി, അതേപോലെ തന്നെ വാട്ടർ സർവീസ് അടക്കം ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം, കോൺടാക്റ്റ് ചെയ്തോളാം. ഓക്കെ.